ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ഭയങ്കര സങ്കടത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ആനനെ കൊന്നപ്പോൾ കാണിക്കുന്ന മുറവിലും ആത്മാർത്ഥതയൊന്നും ഇപ്പോഴത്തെ ഈ സെലിബ്രിറ്റീസ് ഒന്നും നമ്മുടെ നെടുമങ്ങാട് ഉണ്ടായിട്ടുള്ള ഈ കുട്ടീൻ്റെ വിഷയത്തിൽ കാണിക്കാത്തതിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാണ് ഞാൻ. നമ്മുടെ നാട്ടിലത്തെ നിയമവ്യവസ്ഥ എന്നാ മാറുക? 2 വർഷം മുമ്പ് അവനക്ക് ഇതേപോലത്തെ ഓൾറെഡി ഒരു ക്രിമിനൽ കേസ് പെട്ടപ്പോൾ അന്ന് നമ്മളെ നാട്ടിലത്തെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഒരു സുസ്കാരം തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി ജീവനോട്ടുണ്ടായിരുന്നു. നെടുമങ്ങാടുള്ള ആ കുട്ടീനെ അത്രയും ക്രൂരമായിട്ട് ഇത്രയും ഭീകരമായിട്ട് കൊന്നിട്ട് പോലും നമ്മളെ നാട്ടുകാരൊക്കെ പെരുമാറി. ദാറ്റ്സ് ഓൾ. പക്ഷേ ഇനിയും അവനെ ഇൻഫ്ലുവൻസ് വെച്ചാൽ അവൻ കേസിലാവും. 2 മൃഗങ്ങൾ കൂടിയിട്ടാണ് ആ പാവത്തിനെ തച്ചു വന്നത്. ഇനിയും ഇതേപോലെ മൃഗങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവും. ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മൃഗങ്ങളെ വേട്ടയാടുന്ന നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിൽ വരണം. നമ്മളെ നിയമവ്യവസ്ഥ നാട്ടിൽ വന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവായിരിക്കുള്ളൂ. ഈ കുട്ടി മാത്രമല്ല, ഈ കുട്ടിയുടെ ഉദാഹരണം മാത്രമാണ്. എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത്? ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എത്ര പേർ ആൾക്കാരുണ്ട്, കുട്ടികളില്ലാത്ത എത്ര പേർ മനുഷ്യന്മാരുണ്ട്, അവർക്ക് കൊടുത്തൂടെ? ഞാൻ തച്ചു കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഒരുപാട് ആളുകൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് കണ്ടു. പിന്നെ മാനസിക വിഭ്രാന്തി, ഇതൊക്കെ മാനസിക വിഭ്രാന്തിയായിട്ട് ഒഴിവാക്കും, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇനിയും ഇതുപോലത്തെ നെടുമങ്ങാട് പോലത്തെ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ നിയമം സ്ട്രോങ് ആയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട് ഇനിയും നശിച്ച് പോകും. ഒക്കെ ശരിയാവും.